CPM സ്ഥാപിച്ച മറ്റൊരു സ്ഥാപനം കൂടി പൊളിഞ്ഞിരിക്കുകയാണ്. അതിലെ തട്ടിപ്പുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണം തീർച്ചയായിട്ടും ആവശ്യവുമാണ്. എങ്ങനെയാണ് CPM പോലെ ഒരു മതേതര, സെക്കുലർ, ജനാധിപത്യ പാർട്ടിക്ക് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണ് സാറ് വിലയിരുത്തുന്നത്? ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിക് ബാങ്കിങ്, കണ്ണൂരിലെ ഇസ്ലാമിക് ബാങ്കിങ്, അതായത് അത് പൊളിഞ്ഞിരിക്കുകയാണ്. ഹലാൽ ഫായിദ എന്ന് പറയുന്ന സഹകരണ സൊസൈറ്റിയാണ് 2017 രൂപീകരിച്ചിരിക്കുന്നത്. വമ്പൻ തട്ടിപ്പുകളാണ് പുറത്തേക്ക് വരുന്നത്. ഇതിലിപ്പോൾ ഒരു നേതാവ് പോലും, ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവ് പോലും ചോദ്യമുനയിൽ നിൽക്കുകയാണ്. കാരണം എങ്ങനെയാണ് 2 കോടി രൂപയുടെ വീട് ഇദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത്, എവിടെ നിന്നാണ് പണം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരികയാണ്. ഈ സഹകരണ സ്ഥാപനവുമായിട്ട് അയാൾ എല്ലാ വിധത്തിലും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് സാറെ വിലയിരുത്തുന്നത്? ഹലാൽ ഫൈദയിൽ നടന്നത് സാമ്പത്തിക ക്രമക്കേടാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. വലിയ രീതിയിലുള്ള ധനാപഹരണമാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഗൗരവമായ ചില ചോദ്യങ്ങൾ CPM സ്വയം ചോദിക്കുകയും CPM നേരെ സമൂഹം ചോദിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്തെന്നാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇപ്പൊ CPM ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ലംഘിച്ചുകൊണ്ട് ഇത്തരം ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള, അതായത് ഇസ്ലാമിക് ബാങ്കിങ് എന്ന പേരിൽ തന്നെ ആ കാര്യം വ്യക്തമാണ്. ഇസ്ലാമിക് ബാങ്കിങ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ശരിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഇസ്ലാമിക് ബാങ്കിങ്ങിലെ ഒരു ലോൺ ആപ്ലിക്കേഷൻ വന്നാലോ ഒരു ഡെപ്പോസിറ്റർ വന്നാലോ അത് അപ്രൂവ് ചെയ്യണം. അത് എടുക്കുന്നത് എങ്ങനെയാണ്? അത് അവിടെ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ ആരാണ് ഉണ്ടാക്കുന്നത്? ശരിയ പണ്ഡിതന്മാരും. എല്ലാ ഇസ്ലാമിക ബാങ്കുകളിലും അവിഭാജ്യ ഘടകമാണ്. നമ്മുടെ ഇവിടെ ബാങ്കിന് ജനറൽ മാനേജര്, ബാങ്കിന്റെ ഫോറിൻ എക്സ്ചേഞ്ച് ഡിവിഷന്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡിവിഷൻസ് ഒക്കെ ഉണ്ട് ഓരോ ബാങ്കുകൾക്കും. അതുപോലെ ഇസ്ലാമിക് ബാങ്കുകൾക്ക് ശരിയ പണ്ഡിതന്മാരുടെ ഒരു ഡിവിഷൻ. ഈ ശരിയ നിയമത്തിന്റെ അനുസൃതമാണോ ഈ അവരുടെ മുന്നിൽ ലോൺ എടുക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരുടെ പ്രപ്പോസൽ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ നിക്ഷേപം വരുന്നത് ശരിയ നിയമത്തില് പറഞ്ഞിരിക്കുന്ന അതിന് വിരുദ്ധമായ ഏതെങ്കിലും പ്രോഫിറ്റ് കിട്ടിയ ഒരാളിൽ നിന്നാണോ? ഇതൊക്കെ നോക്കിയിട്ട് അവര് പണം സ്വീകരിക്കുകയും പണം പുറത്തേക്ക് കൊടുക്കുകയും ചെയ്യുള്ളൂ. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന് CPM തുടങ്ങിയെന്ന് പറയുമ്പോൾ, ആ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അതിന്റെ മുഴുവൻ ചട്ടക്കൂടും തകർത്തുകൊണ്ടാണ് അത് ചെയ്തത്. CPM ഒരു ഭരണഘടനയുണ്ട്. CPM പാർട്ടി കോൺഗ്രസുകൾ അംഗീകരിച്ചിട്ടുള്ള നയപരിപാടികളുണ്ട്. ഓരോ തവണയും പാർട്ടി കോൺഗ്രസ് എന്തിനാണ് നടത്തുന്നത്? പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് പാർട്ടിയുടെ അടുത്ത കോൺഗ്രസ് വരെയുള്ള പാർട്ടിയുടെ നയപരിപാടികളും സമീപനങ്ങളും എല്ലാം പാർട്ടി കോൺഗ്രസിൽ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ബാക്കി പാർട്ടികളെ പോലെ അല്ലല്ലോ. CPM പാർട്ടി കോൺഗ്രസിൽ നടന്നു കഴിഞ്ഞാൽ ആ തീരുമാനങ്ങളൊക്കെ ഘടകങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രസ്ഥാനത്തിന് എങ്ങനെ ഒരു ശരിയ നിയമം അനുസരിച്ച് നടത്തുന്ന ഒരു സ്ഥാപനം തുടങ്ങാനും അത് റൺ ചെയ്യാനും പറ്റി എന്നുള്ളത് അവിടെയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. CPM സംഭവിച്ചിരിക്കുന്ന അപജയവും രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് അതിലെ നേതാക്കന്മാരുടെ അവസരവാദവും കാപട്യവും എല്ലാം വെളിയിൽ വരുന്ന ഒരു സംഭവമാണിത്. ശരിക്കും കേരളത്തിലെ മാധ്യമങ്ങള് ഇതിനെ ഒരു അഴിമതി കേസായിട്ട് മാത്രം ചുരുക്കുക. അഴിമതി എന്റെ അഭിപ്രായത്തിൽ ഇതിലെ അഴിമതി രണ്ടാമത്തെ വിഷയമാണ്. ആദ്യത്തെ ഇതിലെ വിഷയം ഇത്ര നഗ്നമായ വർഗീയ വൽക്കരണമാണ്. CPM വർഗീയ വൽക്കരണത്തിന്റെ ഉദാഹരണം, ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പോ ഇതിൽ നിന്ന് കൊടുക്കുന്ന ലോണുകൾ, ഇതിലേക്ക് വരുന്ന പൈസ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ സമഗ്രമായ അന്വേഷണം നടത്തുന്നു. കാരണം ഇതിൽ പൈസ നിക്ഷേപിക്കുന്ന ആൾക്കാർക്ക് എവിടുന്ന് പൈസ കിട്ടി, അവര് പ്ലാൻ ചെയ്ത വെഞ്ചർ എന്തൊക്കെയാണ്, ഇത് ബാങ്കിങ് ലൈസൻസുകൾക്കെല്ലാം അനുസൃതമായിട്ടാണോ ഇത് പ്രവർത്തിച്ചത്? സഹകരണ മേഖലയില് ഇസ്ലാമിക സഹകരണ സംഘം, ശരിയ സഹകരണ സംഘം നടത്താനുള്ള അനുവാദം കേരള സർക്കാരിന്റെ സഹകരണ നിയമങ്ങളിലുണ്ടോ? അങ്ങനെ ഒരു ചോദ്യമില്ല ഇതിനകത്ത്. ഒരു സഹകരണ സംഘം രൂപീകരിക്കുമ്പം ആരെല്ലാം വന്ന് നോക്കും അതിന്റെ കാര്യങ്ങള്, നിയമങ്ങള്? സഹകരണ രജിസ്ട്രാർമാരൊക്കെ ഉണ്ട്. സഹകരണ വകുപ്പിൽ ഏത് കേരളത്തിലെ സഹകരണ നിയമം അനുസരിച്ച് ഈ പറയുന്ന ശരിയായുടെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗത്തെ, അങ്ങനെയുള്ള ഒരു നിയമം അനുസരിച്ചുള്ള ഒരു സ്ഥാപനം നടത്താൻ കേരള സഹകരണ സംഘത്തിന്റെ അതിനെ ഒരു സഹകരണ സംഘമായിട്ട് സർക്കാർ അംഗീകരിക്കാൻ പറ്റുമോ?
ഇത് എന്റെ അഭിപ്രായത്തിൽ ഒരു നൂറ് പ്രതിസന്ധികൾ CPM-ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഷയമാണിത്. പക്ഷെ അതാരും അങ്ങനെ ഉയർത്തും എന്ന് ഞാൻ കരുതുന്നില്ല. ഇത്തരം വിഷയങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് CPM-ന് അറിയാം. പിന്നെ ഇതിലെ അപ്പുറത്ത് ന്യൂനപക്ഷമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും പല ആൾക്കാർക്കും മാധ്യമങ്ങൾക്കും ഒക്കെ തന്നെ അത് പിന്നെ വാർത്തകൾ വിശകലനം ചെയ്യാനോ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനോ ഒക്കെ തന്നെ മടിയുണ്ടാവും. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാര് അവര് വർഗീയവാദികളായിരിക്കും. പലപ്പോഴും തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ബന്ധമുണ്ടോ ഇതിനകത്തില്, ഇതൊക്കെ അന്വേഷിക്കണ്ടേ? കാരണം ഇത്തരം റിസർവ് ബാങ്ക് ഇന്ത്യയിലെ ശരീഅത്ത് അനുസരിച്ചുള്ള ഇസ്ലാമിക് ബാങ്കിനുള്ള അനുമതി കൊടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഈ റിസർവ് ബാങ്കിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണല്ലോ ഇത്. ഇങ്ങനെ ഒരു പണമിടപാട് സ്ഥാപനം എന്തടിസ്ഥാനത്തിലാണ് നടക്കുന്നത്? ഇപ്പൊ ചിലർ പറയുമായിരിക്കാം, ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു നാട്ടുയുക്തിയുണ്ട്. അതായത് എന്റെ പണം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നിനക്കെന്താടാ ഇതിനകത്ത് ചോദ്യം ചെയ്യാൻ, ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങളുടെ അങ്ങനൊന്നും പറ്റത്തില്ല. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ്. ഈ റിപ്പബ്ലിക്കിൽ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളും കേരള സർക്കാരുകളുടെ നിയമങ്ങൾക്കും ഒക്കെ അനുസൃതമായിട്ടേ ആർക്കും പ്രവർത്തിക്കാൻ പറ്റും. എന്റെ മതത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ ഒരു കാര്യം ചോദിച്ചോട്ടെ, മനുസ്മൃതി അനുസരിച്ചുള്ള ഒരു ബാങ്കിങ് സിസ്റ്റം ഒരാൾ തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും? പഴയ കാലത്ത് മനുസ്മൃതിയുടെ നിയമങ്ങൾ അനുസരിച്ച് ഒരു ബാങ്കിങ് സംവിധാനം തുടങ്ങും. അല്ലെങ്കിൽ യാജ്ഞവൽക്യ സ്മൃതി എന്ന വേറൊരു സ്മൃതിയുണ്ട്. യാജ്ഞവൽക്യ സ്മൃതി അനുസരിച്ചാണെങ്കിൽ ഇങ്ങനെ നൂറുകണക്കിന് സ്മൃതികൾ കൊണ്ടുവരാമല്ലോ. ഇനിയിപ്പോ ഒരു സന്യാസി ഇങ്ങോട്ട് വന്നിട്ട് അമൃതാനന്ദമയ്യയുടെ ഭക്തരെല്ലാം കൂടി ചേർന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം, അതുകൊണ്ട് ഇതനുസരിച്ച് ഞങ്ങൾക്ക് ഒരെണ്ണം തുടങ്ങാം എന്ന് പറഞ്ഞാലോ? പെന്തക്കോസ്റ്റുകാര് ഇങ്ങനത്തെ ഒരു സിസ്റ്റം തുടങ്ങിയാലോ? പെന്തക്കോസ്റ്റൽ ബാങ്കിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഓരോരുത്തരും ഓരോ രീതിയിൽ തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും ഇത് എത്ര വലിയൊരു രാജ്യത്തെ നിയമത്തിന്റെ എത്ര വലിയൊരു ലംഘനമാണ്. അതിന്റെ ആഴം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അറിയാവുന്നവരെ ഒരുപക്ഷെ കണ്ണടയ്ക്കുന്നതായിരിക്കാം. ഇതുപോലൊരു ഇത്ര ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു ബ്ലാറ്റന്റ് പിന്നെ വയലേഷൻ ഓഫ് ആക്ട് ആണ്. അത് പിന്നെ ഒരു കാരണവശാലും ഇതിനൊരു ന്യായീകരണം കണ്ടെത്താൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ബ്ലാറ്റന്റ് ആൻഡ് വാന്റഡ് വയലേഷൻ ഓഫ് ആക്ട് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. അത്ര ഇത് മലയാളത്തിൽ സത്യം പറഞ്ഞാൽ ഈ നിയമ ലംഘനത്തിനെ, ഈ നഗ്നമായ നിയമ ലംഘനം എന്നൊന്നും പറഞ്ഞാൽ അതിന്റെ ആ ഗൗരവം പൂർണ്ണമാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്ര നിയമങ്ങളെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് അവസരവാദത്തിന്റെയും കാപട്യത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ അങ്ങേയറ്റമാണിത്. അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. മാത്രമല്ല, ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അതിശയിക്കുന്നത് പി ജയരാജന്റെ കാലത്താണ് ഇതെല്ലാം നടന്നതെന്ന് പറയും. ഈ പി ജയരാജൻ ഒരു വയലൻസിന്റെ ഒരു ഉസ്താദാണെന്ന് നമുക്കറിയാം. പക്ഷെ അഴിമതിയുടെ ഉസ്താദാണെന്നും വർഗീയവൽക്കരണത്തിന്റെ ഉസ്താദാണെന്നും കൂടി ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. അദ്ദേഹം അക്രമത്തിനും പിന്നെ അതുപോലെ ഒക്കെ ചൂട്ടുപിടിക്കുന്ന ആളാണ്. പക്ഷെ അഴിമതിക്കും അതുപോലെ തന്നെ വർഗീയതയ്ക്കും ചൂട്ടുപിടിക്കുന്ന ആളാണെന്നും കൂടി ഉള്ള സൂചനയല്ല ഇത് നൽകുന്നത്. അപ്പൊ ഇവരൊക്കെ എത്ര മുഖംമൂടികളാണ് ഇട്ടിരിക്കുന്നത്? ഒരു മുഖംമൂടിയല്ല, ഇവരുടെ ഒരു ഉള്ളി പോലാണ് ഇവര്. ഓരോ ലെയറായിട്ട് ഇവർക്ക് മുഖംമൂടികളുണ്ട്. ഓരോ സ്ഥലത്ത് വരുമ്പോഴും ഒരു മുഖംമൂടി മാറ്റി വെച്ച് വേറൊരു മുഖംമൂടി കാണാൻ പറ്റും. അപ്പൊ ഇത് ഉയർത്തുന്ന ചോദ്യങ്ങൾ അതീവ ഗൗരവതരമാണ്. അതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. എന്ത് തോന്നുന്നു ഗൗതമിന്? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, എനിക്ക് ഇത് സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ, അതായത് പല ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇസ്ലാമിക ബാങ്കിങ് പലവട്ടം ആലോചിച്ചു. എനിക്കറിയാം, സൾട്ടനേറ്റ് ഓഫ് ഒമാൻ എന്ന് പറയുന്ന ഒമാനില് അവര് ഇസ്ലാമിക് ബാങ്കിങ്ങിന് വർഷങ്ങളോളം അനുമതി കൊടുത്തിരുന്നില്ല. പിന്നീട് എനിക്ക് തോന്നുന്നു 2014-15 അവര് അനുവാദം കൊടുത്തത്. പക്ഷെ എങ്കിൽ പോലും പല നിയന്ത്രണങ്ങളും ഉണ്ട്. അപ്പൊ ഇത്തരം ഒരു സൊസൈറ്റിക്ക് അംഗീകാരം കൊടുത്തപ്പോൾ കേരളത്തിലെ സഹകരണ വകുപ്പ് അതിന് ഉള്ള ന്യായീകരണം ഏത് രീതിയിലാണ് കണ്ടെത്തിയത്? അല്ല, ഇതിന്റെ കേന്ദ്രത്തിന്റെ RBIയുടെ പോലും അനുമതി ഇല്ലാതെയാണ്, വേണ്ട കുറെ അധികം ലൈസൻസുകളൊന്നും ഇല്ലാതെയാണ് തുടങ്ങിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് CPM കളിച്ചിരിക്കുന്ന ഒരു തന്ത്രമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ ആകർഷിപ്പിക്കുക, അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ തീവ്ര വിഭാഗത്തെ കൂടെ നിർത്തുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഇതിന്റെ പേര് തന്നെ അങ്ങനെയാണല്ലോ, ഹലാൽ എന്നുള്ള ഒരു സംഗതിയിലാണ്.
അതെ അതെ, ഹലാൽ ഫൈദ എന്ന് പറഞ്ഞാല് പ്രോഫിറ്റ് എന്നാണ് ഹിന്ദി വാക്ക്, ഉറുദു വാക്ക് പ്രോഫിറ്റ്. അതായത് ഹലാലായ പ്രോഫിറ്റ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോ ഇതിനകത്തിൽ ഈ എല്ലാ പിന്നെ ശരീഅത്ത് അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലും മതപണ്ഡിതന്മാരുടെ ഒരു സംഘം അവിടെ ഉണ്ടാവണം. അപ്പൊ അതിന്റെ ഉദ്യോഗസ്ഥരും മതപണ്ഡിതരും ഉണ്ടാവും. കാരണം അവരുടെ ജോലി ഇത് പിന്നെ എത്രമാത്രം ശരിയ നിയമങ്ങളുമായിട്ട് അനുയോജ്യമാണ്, ഇവരുടെ ഏതെങ്കിലും പ്രവർത്തികൾ ശരിയ നിയമത്തിന് വിരുദ്ധമാണോ, അല്ലെങ്കിൽ അത് ലംഘിക്കുന്നുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കാനായിട്ടൊരു കമ്മിറ്റി അതിലുണ്ടാവും. ആരൊക്കെയായിരുന്നു ആ പിന്നെ സഹകരണ സംഘത്തിൽ പ്രവർത്തിച്ചിരുന്ന മതപണ്ഡിതന്മാര്? അവരെ തെരഞ്ഞെടുത്തത് ഏതടിസ്ഥാനത്തിലാണ്? അവർക്ക് അവരുടെ ബന്ധങ്ങൾ എങ്ങനെയാണ്? അതൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ മനസ്സിലാകുന്നത്, യഥാർത്ഥത്തിൽ ഇതിന്റെ അഴിമതി ആസ്പെക്ട് ചർച്ച ചെയ്യാനായിരിക്കും CPM ഇപ്പൊ എല്ലാവരോടും ആവശ്യപ്പെടുന്നത്. CPM ഞാനീ പറഞ്ഞ അതിന്റെ നിയമലംഘനത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും ശക്തമായ ഘടകം നിൽക്കുന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗീകരിച്ച ഒരു സഹകരണ സംഘം എങ്ങനെ അതിന് ധൈര്യപ്പെട്ടു? ആരാണ് അവർക്ക് അതിനുള്ള പിന്തുണ കൊടുത്തത്? ഇതൊക്കെ പാർട്ടി യോഗങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ജില്ലാ കമ്മിറ്റിയിലോ അല്ലെ ജില്ലാ സമ്മേളനം നടന്നപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ചോദിക്കുകയാണ്. ജില്ലാ സമ്മേളനത്തിൽ ഈ വിഷയം ആരെങ്കിലും ഉയർത്തിയിട്ടുണ്ടോ? ഇത് നിൽക്കുന്ന പിന്നെ ഈ സഹകരണ സംഘം പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ഒരു ബ്രാഞ്ച് ഉണ്ടാവുമല്ലോ. ആ ബ്രാഞ്ചും ലോക്കൽ കമ്മിറ്റിയും ഒക്കെ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. അവരുടെ അഭിപ്രായം എന്തായിരുന്നു ഇക്കാര്യത്തിൽ? ഇങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമായിട്ടൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ബാക്കിയുള്ള മതങ്ങൾക്കൊക്കെ അങ്ങനെയാണെങ്കിൽ അവരും ആവശ്യപ്പെടില്ലേ? ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഇതിൽ അന്തർലീനമായിട്ട് കിടപ്പുണ്ട്. അതാണ് അഴിമതിയേക്കാൾ പ്രാധാന്യമുള്ളത്. അഴിമതി പ്രാധാന്യമില്ലെന്ന്, അഴിമതി ഇപ്പൊ കേരളത്തിൽ അഴിമതി ഇല്ലാത്ത ഒരു സ്ഥാപനവും ഇല്ല. CPM-ന്റെയും മറ്റ് ഇടത് സംഘടനകളുടെയും നിയന്ത്രണത്തിലുള്ള എല്ലാ സഹകരണ സ്ഥാപനങ്ങളിലും ഏറെയും കുറഞ്ഞും ഒക്കെ അതിനെതിരെ ഇത്തരം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. CPM-ന്റെ ഉന്നത നേതാക്കന്മാർക്കെതിരെ വരെ ഇത്തരം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അത് പോട്ടെ, ഞാനിപ്പോ തൽക്കാലം അതിന്റെ പുറകെ പോയാല് അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന രീതിയിലായിരിക്കും എല്ലാ നേതാക്കന്മാർക്കും എതിരെ ആ ആരോപണമുണ്ട്. അപ്പൊ എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഉന്നയിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്: എത്രമാത്രം ഈ വർഗീയ പ്രീണനമാണ് ഇവിടെ നടത്തിയത്? പാർട്ടിയുടെ തത്വങ്ങൾ ലംഘിക്കപ്പെട്ടു, പാർട്ടി ഭരണഘടന ലംഘിക്കപ്പെട്ടു, നാട്ടിലെ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടു, സഹകരണ പ്രസ്ഥാനത്തിന്റെ തത്വങ്ങൾ അട്ടിമറിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇതിൽ പ്രാധാന്യമുള്ളത്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ തന്നെ ആരെങ്കിലുമൊക്കെ ഇത് ഉന്നയിച്ച് ഇതിന് കാരണക്കാരായവരെ ചെവിക്ക് പിടിച്ച് പാർട്ടിക്ക് പുറത്തേക്ക് മാറ്റി ദൂരോട്ടെറിയും എന്ന് തന്നെയാണ് നമുക്ക് പ്രത്യാശിക്കേണ്ടത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. താങ്ക് യു.